ചൈന ഒരു ഭാഗത്തുനിന്ന് വളരുവാണ്. ചൈന ഈസ് എക്സ്പാൻഡിങ് സോ ഗുഡ് ദാറ്റ് US ഇൻഫ്രാസ്ട്രക്ചറൊന്നുമല്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് അടുത്തായിട്ട് ചൈന വിസിറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ചൈനയിലുള്ള ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ ഡ്രമാറ്റിക് എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ലോകത്തിലുള്ള ഒരു രാജ്യത്തുമില്ലാത്ത അത്രയും ഇൻഫ്രാസ്ട്രക്ചറൽ ആൻഡ് ഫിനാൻഷ്യൽ ഗ്രോത്താണ് ചൈനയ്ക്കുള്ളത്. ചൈനീസ് അവരെ കാര്യങ്ങളൊന്നും പുറത്ത് അവർ ഓവർ മാർക്കറ്റിങ്ങോ ഓവർ ഗിമിക്കുകളൊന്നും ചൈനയ്ക്കില്ല. പക്ഷേ ഇന്നുള്ള ലോകരാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും ഫിനാൻഷ്യലി ആൻഡ് എക്കണോമിക്കലി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് സ്ട്രോങ് ആയിട്ടുള്ള രാജ്യം ചൈനയാണ്. അപ്പോൾ ഈ ചൈന ലോകത്തിലുള്ള മെയിൻ ഓയിൽ കൺസ്യൂം ചെയ്യുമ്പോൾ ഒരാൾക്കും ഡോളറിൽ പേയ്മെൻറ്റ് കൊടുക്കാറില്ല. അവരെ പേയ്മെൻറ്റൊക്കെ ഈ പറഞ്ഞ പോലെ റഷ്യക്കാണ് കൊടുക്കുന്നതെങ്കിൽ റഷ്യൻ റൂബൽസിൽ അവർ കൊടുക്കും. ഇറാനെ കൊടുക്കുന്നതെങ്കിൽ ഇറാനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ യുവാനിൽ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ട് അവർക്ക് ഗോൾഡും മറ്റുള്ള സാധനമായിട്ട് ഇറാനിയൻ റുപ്പീസുമായിട്ട് അവർ കൊടുക്കും. അവരൊരു തരത്തിലും ഈ US ഇത്രയധികം വെറുപ്പ് ഈ രാജ്യങ്ങളോട്, അതായത് ഇറാനോടായിക്കോട്ടെ, റഷ്യയോടായിക്കോട്ടെ, ചൈനയോടായിക്കോട്ടെ, അതുപോലെ തന്നെ ഇറാഖിനോടായിക്കോട്ടെ, എന്താണുള്ള ബേസിക് കാരണം എന്താ അറിയോ? 1970 മുമ്പ് 1970 മുൻപ് ആ ഒരു ഹിസ്റ്ററി നോക്കിയാലേ നമുക്ക് മനസ്സിലാവും. 1970 മുൻപ് USA എന്താ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ ഡോളർ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഗോൾഡ് റിസർവ് ആയിട്ട് വെച്ചിട്ട് ഗോൾഡിന് ആനുപാതികമായിട്ടായിരുന്നു ഡോളർ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ലിമിറ്റേഷൻ അവർക്ക് അവിടെ ഉണ്ട്. ഗോൾഡ് എന്ന റിസോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനവും അതിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് ഡോളറിൻ്റെ വാല്യൂ ഇടിയാൻ തുടങ്ങി. ആ സമയത്താണ് അമേരിക്കയിലുള്ള ഒരു കൗൺസിൽ ഉണ്ടാക്കിയിട്ട് അമേരിക്കൻ ഹോം സെക്രട്ടറി ടീമുകളും കൂടിയിട്ട് ഒരു ഡീലുമായിട്ട് സൗദി അറേബ്യയിലേക്ക് പോകുന്നത്. 1970 കഥയാണ് പറയുന്നത്, 1970s. അപ്പോൾ അന്ന് അവരുണ്ടാക്കിയ ആ ഡീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ ആ സമയത്ത് പെട്രോൾ അല്ലെങ്കിൽ ഓയിൽ ബൂമായിട്ട് വരുന്ന സമയമാണ്. USA പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് നിങ്ങളുടെ രാജ്യത്തിൻ്റെ സമ്പൂർണ്ണമായ സുരക്ഷ, നിങ്ങളെ A to Z നിങ്ങളുടെ എല്ലാ മേഖലയിലും ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് വി നീഡ് ഇൻ റിട്ടേൺ ഈസ് നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ അത് ഏത് രാജ്യത്തിനായിക്കോട്ടെ, ലോകത്തുള്ള ആർക്കും ആയിക്കോട്ടെ, നിങ്ങളൊരു ഡിമാൻഡ് ചെയ്യണം. ഓയിൽ വാങ്ങാൻ വരുന്ന ആളോട് നിങ്ങൾ ഡോളറുമായിട്ട് വരണം. ബിക്കോസ് ദ ട്രാൻസാക്ഷൻ ഷുഡ് ബി ഇൻ ഡോളേഴ്സ്. അങ്ങനെയാണ് അമേരിക്ക ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി ഇത്രയും സ്ട്രോങ് ആകുന്നത്. അപ്പോൾ അന്ന് ഉണ്ടായ ഒരു കൺസെപ്റ്റാണ് പെട്രോ ഡോളർ. ഡോളർ എന്ന് പറഞ്ഞ സാധനത്തിനെ ഇങ്ങനെ പൊക്കിയെടുത്ത് കൊണ്ടുവച്ചത് സൗദി അറേബ്യയും സൗദി അറേബ്യയുടെ പെട്രോൾ ആസ്തിയുമാണ്. അപ്പോൾ അന്ന് മുതൽ ആ ഒരു സംഭവത്തിന് ശേഷം ഡോളറിൻ്റെ വാല്യൂ ഓയിൽ റിലേറ്റഡ് ആകാൻ തുടങ്ങി.